അവളുടെ രാവുകൾ 151 ദിവസം. ഇതൊക്കെ ഒരു കാലം. അയ്യോ തമ്പ്രാട്ടി, ഈ യുഗം അവസാനിക്കല്ലേ എന്റെ പൊന്നു ഭഗവതി. ഇതുള്ളത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കഞ്ഞു കുടിച്ചു പോകുന്നു. ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാത്തോള കൊള്ളാലോ, ഒരു കാക്ക കുഞ്ഞു പോലും ഇല്ല. ഹൗസ് ഫുള്ളിന്റെ ബോർഡും. പരമ കഷ്ടം. എന്റെ ഗതികേട് നോക്കണേ. ഈ മലയാള സിനിമയുടെ പ്രതിസന്ധി എന്താണെന്ന് അറിയണമെങ്കിൽ അമ്മയും അച്ഛനും ഇങ്ങോട്ട് തന്നെ വരണം. എന്നെപ്പോലെ എത്രയോ ആളുകൾ ഇത് അനുഭവിക്കുന്നു. ഹൗസ് ഫുള്ള് ഇങ്ങനെ കിടക്കട്ടെ. ഇതെന്തോന്ന് പുകയാടേ ഇത്? ഇതെന്തോന്ന് വലി? ഇത് ഓല കെട്ടിടമാണെങ്കിൽ ഇതും ഒരു തിയേറ്റർ തന്നെ. അറിയാലോ, പുറത്തുള്ളവർ ചോദിക്കുന്നത് ഇത് അണ്ടി ഫാക്ടറി ആണെന്ന്. അത്രയ്ക്കല്ലേ നിന്റെയൊക്കെ പുക? അല്ല, നമുക്ക് ഈ തിയേറ്ററിന് മൊത്തമായിട്ടൊന്ന് കത്തിക്കാൻ പറ്റുന്നേ. അതിന് നീ അല്ല ഊരി തണ്ടി വരുമ്പോ നിനക്കൊക്കെ വേണ്ടിയിട്ട് എന്റെ തിയേറ്റർ ബാറാക്കി തന്നത് എന്റെ തെറ്റ്. ധൈര്യം ഉണ്ടേ കത്തിക്കടാ. അശ്വതിയല്ലേ? അശ്വതിയാ? ഏതശ്വതി? നോക്കട്ടെ. അശ്വതി തമിഴിലേക്ക്. ഇതൊന്ന് പിടിച്ചേ. തെന്നിന്ത്യൻ താരറാണി അനുരാധയാണ് ചിത്രത്തിലെ നായിക. അനുരാധ ശരവണന്റെ സിനിമയല്ലേ, വല്ല തട്ടിക്കൂട്ട് സെറ്റപ്പ് ആയിരിക്കും. അയാളെടുത്ത് ഒരു പടം പോലും ഇന്നവരെ പൊട്ടാതിരുന്നിട്ടില്ല. അത് കളഞ്ഞിട്ട് മാറ്റർ ഒന്ന് വായിച്ചേ. ഒന്ന് അടങ്ങടാവേ. ബെൻ ആർട്സിന്റെ ബാനറിൽ ശരവണൻ നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന തമിഴ് സിനിമ പൊയ് നാഗർകോവിലും പരിസര പ്രദേശത്തുമായി ചിത്രീകരണം പുരോഗമിക്കുന്നു. റിയാസ് ഖാൻ നായകനാകുന്ന ഈ ചിത്രത്തിൽ മലയാളത്തിൽ നിന്നുള്ള അശ്വതി ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു. ഇതാ ഞങ്ങൾ പറയാറുള്ള അശ്വതി. ഓ, ഇതാണല്ലേ അശ്വതി. എടാ, എനിക്ക് ഇപ്പൊ അവളെ കാണണം. ഈ രാത്രിയിലോ? ഇവൻ കൊത്താൻ തുടങ്ങി. എടാ, എനിക്ക് ഇപ്പൊ അവളെ കണ്ടേ പറ്റൂ. നിങ്ങൾ വരുന്നെങ്കിൽ ഞാൻ പോവാ. കൂമ്പ് ഭഗവതി, അവൻ ഫിറ്റാ. അവൻ ഒറ്റയ്ക്ക് വിടുന്ന ആപത്താണ്. നമുക്ക് ഒരുമിച്ച് പോവാ. ഇതും കൂടെ തീർക്കാം. നടക്ക്. നമുക്ക് ഒരുമിച്ച് പോവാ.